ഹായ് ഓൾ, ലേൺ വോയ്സിന്റെ എല്ലാ ലേണേഴ്സിനും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തു. BPSC 108-ലെ യൂണിറ്റ് 1 പബ്ലിക് പോളിസി എന്താണ്, വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പബ്ലിക് പോളിസി, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് പോളിസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1-ലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പബ്ലിക് പോളിസി മോഡൽസ് ആണ്. പബ്ലിക് പോളിസി മോഡൽസ്. ഓക്കെ, നമ്മുടെ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചാപ്റ്റർ നമ്മുടെ ഈ ഒരു പുസ്തകത്തില് BPSC 108-ല് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. റിസ്ക് എന്ന് പറയുമ്പോൾ അത്ര റിസ്ക് ഒന്നുമില്ല, കുറച്ച് തിയററ്റിക്കൽ ആണ് ഈ ചാപ്റ്റർ. അപ്പൊ ചിലപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ശ്രദ്ധിച്ചിരുന്നാല് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, പിന്നെ ഇത് കുറച്ച് വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലുള്ള പാർട്ട് 1 ആണ് ഈ ഒരു ക്ലാസ്. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ടോട്ടൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ സിസ്റ്റംസ് മോഡൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ, റാഷണൽ മോഡൽ, ഇൻക്രിമെന്റൽ മോഡൽ, എലൈറ്റ് മോഡൽ, പബ്ലിക് ചോയ്സ് മോഡൽ തുടങ്ങിയ മോഡലുകളാണ്. ഇതൊക്കെ ഡിഫറെന്റ് മോഡൽസ് ഓഫ് പബ്ലിക് പോളിസിയാണ്. ഓക്കെ, അപ്പൊ ഇത്തരം മോഡലുകളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ. അതിൽ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3 മോഡൽസ് ആണ്. ദാറ്റ് ഈസ് സിസ്റ്റംസ് മോഡൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ആൻഡ് റാഷണൽ മോഡൽ. സോ ഫസ്റ്റ് വൺ, എന്താണ് മോഡൽ എന്ന് പറഞ്ഞാൽ? പബ്ലിക് പോളിസി മോഡൽസ് എന്നാണ് പറഞ്ഞത്, അല്ലെ? മോഡൽസ് എന്ന് പറഞ്ഞാൽ മോഡൽ ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് എ പേഴ്സൺ, ഒബ്ജക്ട് ഓർ കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റിന്റെയോ ഒരു പേഴ്സന്റെയോ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ. അപ്പൊ അതിനെ ഏതൊരു സംഗതിയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. പബ്ലിക് പോളിസി എന്നുള്ള ഒരു സംഗതി എന്തുമായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് ഉണ്ടാകുന്ന രീതി. പബ്ലിക് പോളിസി പല രീതിയിൽ ഉണ്ടാകും. നമുക്ക് ഈ പോളിസി മോഡൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പൊ പബ്ലിക് പോളിസിയെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ വ്യൂ ചെയ്യുന്ന, അതിനെ വീക്ഷിച്ച രീതികളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ പബ്ലിക് പോളിസി മോഡൽസ് നമുക്കൊരു കോഴ്സിൽ, നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ള പബ്ലിക് പോളിസി മോഡൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 പബ്ലിക് പോളിസി മോഡൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. The first one is systems model, second one institutional model, third one rational model, fourth one incremental model, and the fifth one allied model, and the final and the last one is public choice model. അപ്പൊ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3 മോഡൽസ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റംസ് മോഡൽ ഫോർ പോളിസി അനാലിസിസ്. സിസ്റ്റംസ് മോഡൽ ഫോർ പോളിസി അനാലിസിസ്. ഡേവിഡ് ഈസ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്കോളർ ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്. പോളിസി അനാലിസിസിനെ സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞൊരു മോഡല് കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് പബ്ലിക് പോളിസി അല്ലെ പോളിസി അനാലിസിസിനെ സിസ്റ്റം മോഡലാണ് ഒരു പോളിസി അനാലിസിസ് അല്ലെ പബ്ലിക് പോളിസി എന്ന് പറഞ്ഞത് ഡേവിഡ് ഈസ്റ്റൺ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്. സിസ്റ്റം മോഡൽ എന്ന് ഞാൻ ചുരുക്കി പറയാണ്, ജസ്റ്റ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചുരുക്കി പറയാണ്. അതായത് പബ്ലിക് പോളിസി എന്നുള്ള ഒരു സംഗതി നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആ രാജ്യത്തിൽ നിലനിൽക്കുന്ന പരിസ്ഥിതി, എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ കാടും മലയൊന്നല്ല ഉദ്ദേശിച്ചത്. അവിടെയുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവിടെയുള്ള ഇക്കണോമിക് സിറ്റുവേഷൻ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സിറ്റുവേഷൻ, റിലീജിയസ് സിറ്റുവേഷൻ, ഇതിന്റെയൊക്കെ ബേസിൽ കുറച്ച് ഡിമാൻഡുകൾ വരും. ഓക്കെ, കുറച്ച് ഡിമാൻഡുകൾ വരും, അതായത് കുറച്ച് ആവശ്യങ്ങൾ വരും. ഇവിടുത്തെ ഇക്കണോമിക് കണ്ടീഷൻ വളരെ ബാക്ക്വേർഡ് ആണെങ്കിൽ അവിടെയുള്ള ഡിമാൻഡ് എന്താണ്? അത് ഡെവലപ്പ് ചെയ്യാനുള്ള, അത് അഡ്വാൻസ് ചെയ്യിക്കാനുള്ള മാർഗങ്ങൾ. ഓക്കെ, ആ ഒരു എന്താണ് പോവേർട്ടിയുടെ പ്രശ്നം, ദാരിദ്ര്യത്തിന്റെ പ്രശ്നം ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഡിമാൻഡ്. അപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാവും, ഒരു രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ടാവും. ആ സിസ്റ്റത്തില്, ആ വ്യവസ്ഥയിൽ തന്നെ കുറച്ച് ഡിമാൻഡുകൾ വരുന്നു. ആ ഡിമാൻഡുകൾക്കനുസരിച്ച് ആ സിസ്റ്റത്തിൽ തന്നെ ചില പോളിസികൾ രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ പോളിസി രൂപപ്പെടുന്നു. ഈ പോളിസി വീണ്ടും
സിസ്റ്റത്തിന്റെ എൻവയോൺമെന്റിനനുസരിച്ച് അത് വീണ്ടും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകുന്നു. വീണ്ടും അതിങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ഈ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ പോളിസി രൂപപ്പെടുത്തുന്നു, അതിനെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഡേവിഡ് ഈസ്റ്റിന്റെ സിസ്റ്റംസ് മോഡൽ എന്ന് പറഞ്ഞാൽ. ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പോളിസി മേക്കിംഗ് ഈസ് എ ബ്ലാക്ക് ബോക്സ് കൺവേർട്ടിംഗ് ഡിമാൻഡ്സ് ഓഫ് സൊസൈറ്റീസ് ഇൻ ടു പോളിസീസ്. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ എയ്റോപ്ലെയിനിലൊക്കെ ബ്ലാക്ക് ബോക്സ് ഉണ്ടാവും അല്ലെ? ആ ബ്ലാക്ക് ബോക്സ് ആണ് പിന്നെ ഈ എയ്റോപ്ലെയിന്റെ എല്ലാ ചലനങ്ങളും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് സംഭവിച്ചാൽ ബ്ലാക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ടാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സയന്റിസ്റ്റുകൾ പറയാം. അപ്പൊ അതുപോലെ ഇവിടെ നമ്മുടെ തിയററ്റിക്കലി ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാല് ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നതിനൊക്കെ നമുക്ക് ബ്ലാക്ക് ബോക്സ് എന്ന് പറയാൻ പറ്റും. അതായത് കുറച്ച് ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെയുള്ള ഇൻപുട്സ് എന്തൊക്കെയാന്ന് വെച്ചാല് നമ്മുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, മതപരമായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന, ആ സാഹചര്യത്തിൽ നിന്ന് അതിൽ നിന്ന് ഉണ്ടായി വരുന്ന, സ്പ്രൗട്ട് ഔട്ട് ആയി വരുന്ന ഡിമാൻഡുകളെ ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു, എന്തെല്ലാമോ പ്രോസസ്സിലൂടെ അതൊരു ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ട് ആണ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് ഡേവിഡ് ഈസ്റ്റൺ പബ്ലിക് പോളിസിയെ ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ്, പോളിസി മേക്കിങ്ങിന് ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് അദ്ദേഹം മാറ്റിയത്. ഈ ബ്ലാക്ക് ബോക്സിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് എന്ന് നമുക്ക് അറിയൂല. ഉദാഹരണത്തിന് ഒരു കാൽക്കുലേറ്റർ, ആ കാൽക്കുലേറ്ററിൽ നമ്മൾ 24x365 എന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടി, അതിന്റെ ആൻസർ കിട്ടി. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി, ഔട്ട്പുട്ടും കിട്ടി, നമ്മൾ കൊടുത്ത ഇൻപുട്ട് നമുക്കറിയാം. പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താണ് നടന്നത് എന്നുള്ള പ്രവർത്തനം നമുക്ക് അറിയൂല. ഇതേപോലെ തന്നെയാണ് ബ്ലാക്ക് ബോക്സും. ഇങ്ങനെയാണ് പോളിസി മേക്കിംഗ് ഉണ്ടാകുന്നത്. അതായത് കുറച്ച് സാഹചര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ആ സാഹചര്യങ്ങളുടെ ഫലമായി അതിന്റെ റിസൾട്ട് എന്നോണം കുറച്ച് ഔട്ട്പുട്ട്സ് അവിടെ ഉണ്ടാകുന്നു, പോളിസികൾ അവിടെ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ആ പോളിസി രൂപീകരിക്കപ്പെട്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയൂല എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം മോഡൽസ് എന്ന് പറഞ്ഞാല്. അപ്പോൾ ഡേവിഡ് ഈസ്റ്റൺ പോളിസി മേക്കിങ്ങിന് ഒരു ബ്ലാക്ക് ബോക്സിനോടാണ് കമ്പയർ ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, സോ പൊളിറ്റിക്കൽ സിസ്റ്റം പാർട്ട് ഓഫ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ദ അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ്. അപ്പൊ നമ്മുടെ സമൂഹത്തില് ഈ എൻവയോൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന വാല്യൂസ്, അപ്പൊ അത് ചിലപ്പം എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ആകാം, അല്ലെങ്കിൽ പൊവേർട്ടി ഇറാഡിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ ഇംപ്രൂവ്മെന്റ് ആവാം. ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, അത് സമൂഹത്തിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയ പ്രവർത്തനങ്ങൾ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ ഫിസിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഡക്ട്സ് ആണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ സിറ്റുവേഷൻ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, സോഷ്യൽ സിറ്റുവേഷൻ ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്ന ഇൻപുട്സ്. ആ ഇൻപുട്സ് പല ആളുകളിലൂടെ, മീഡിയകളിലൂടെ, പൊളിറ്റിക്കൽ റെപ്രസെന്റേറ്റീവ്സിലൂടെ, ജനങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ വ്യാപിക്കുന്നു. എന്നിട്ട് ആ സിസ്റ്റം അത് പോളിസി ആയിട്ട് മാറുന്നു. അപ്പൊ ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡുകൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആവശ്യങ്ങള്, അത് പല രീതിയിലാണ് ഡിമാൻഡുകളായിട്ടും സപ്പോർട്ടുകളായിട്ടുമാണ് പ്രവേശിക്കുക, ഈ സിസ്റ്റത്തിൽ പ്രവേശിക്കുക. ഡിമാൻഡുകളായിട്ട് പ്രവേശിക്കുക വെച്ചാൽ ക്ലെയിംസ് മേഡ് ടു ഓൾട്ടർ ആസ്പെക്ട്സ് ഓഫ് പബ്ലിക് പോളിസി. പബ്ലിക് പോളിസിയിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഡിമാൻഡുകളായിട്ട്. അതുപോലെ സപ്പോർട്ടുകളായിട്ട്. സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് ലോ, കസ്റ്റംസ് ആൻഡ് ഡിസിഷൻസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോളിസി ഉണ്ടാക്കണം എന്നുള്ള ഡിമാൻഡ് വരും. ആ ഡിമാൻഡ് വരുമ്പോ നമ്മുടെ ലെജിസ്ലേച്ചറിൽ, അതുപോലെ എക്സിക്യൂട്ടീവ് തലങ്ങളിലൊക്കെ ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകളുടെ ഫലമായി നിയമങ്ങൾ ഉണ്ടാകും, ആചാരങ്ങൾ ഉണ്ടാകും, തീരുമാനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഡിമാൻഡ്, സപ്പോർട്ട്, ഇതാണ് ഇൻപുട്ട്. ഈ ഡിമാൻഡ് സപ്പോർട്ടാണ് ഈ ഇൻപുട്ട്. ഈ ഇൻപുട്ട് അങ്ങോട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, അതായത് കുറച്ച് ഡിമാൻഡുകൾ വരുന്നു, ആ ഡിമാൻഡുകളുടെ റിസൾട്ട് ആയിട്ട് നമ്മൾ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഈ നിയമങ്ങൾ നമ്മൾ ഈ സിസ്റ്റത്തിലേക്കാണ് കൊടുക്കുമ്പോൾ ഒരു പുതിയ പോളിസി രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് നിയമങ്ങളാകാം, അതുപോലെ ആചാരങ്ങളാകാം, ഒക്കെ ആകാം. ഓക്കെ, ഈ സപ്പോർട്ട് പല രീതിയിൽ ആളുകൾ എടുക്കുന്നുണ്ടാവും. അത് ഇപ്പൊ ടാക്സ് കൊടുക്കുക എന്നുള്ളത് ഒരു തീരുമാനമാണെങ്കിൽ ആ ടാക്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ പതാകയെ ആദരിക്കുക, ഇതൊക്കെ സപ്പോർട്ടിന്റെ ഭാഗമാണ്. ഓക്കെ, ദെൻ പോളിസി മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സിസ്റ്റം.
ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ, ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളില്, ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കുള്ളില് അവിടെ ഇതിന്റെ ഉള്ളില് പോളിസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആരാണ് ഈ പോളിസി ഉണ്ടാക്കുന്നത്? അത് ചീഫ് എക്സിക്യൂട്ടീവ് ആവാം, അത് പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റും ഒക്കെ കൂടിയിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ്, അതുപോലെ ലെജിസ്ലേറ്റേഴ്സ്, നിയമനിർമ്മാണ സഭയിലുള്ള മെമ്പേഴ്സ്, ജഡ്ജിമാര്, ബ്യൂറോക്രാറ്റ്സ്, ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഈ പോളിസിയൊക്കെ എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. ദെൻ ഔട്ട്പുട്ട് ലഭിക്കാണ്. അപ്പോ നമ്മള് എന്ത് ചെയ്തു, ആദ്യം ഇൻപുട്ട് കൊടുത്തു. എന്തായിരുന്നു ഇൻപുട്ട്? ഡിമാൻഡും സപ്പോർട്ടും. അതായത് ഇന്ന ഇന്ന പോളിസികൾ വേണമെന്നുള്ള ഡിമാൻഡ്, ആ പോളിസികൾക്ക് ആ ഡിമാൻഡുകൾക്ക് ആവശ്യമായിട്ട് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ജഡ്ജിമാരാകാം, ബ്യൂറോക്രാറ്റുകളാകാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ്സ് ആവാം, ഒക്കെ ആവാം. എന്നിട്ട് ആ ഒരു ഡിസിഷൻസ് എടുക്കുന്നതിലൂടെ ഔട്ട്പുട്ട് വരുന്നു. ഓക്കെ, ഔട്ട്പുട്ട് എന്താന്ന് വെച്ചാൽ ഈ വാല്യൂസ് ഒക്കെ, ഇങ്ങനെ ലഭിച്ച വാല്യൂസ് അത് എന്താവാം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോവർട്ടി ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ക്രിയേഷൻ, ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയാണ് പബ്ലിക് പോളിസി ഉണ്ടാക്കുന്നത്. അതായത് സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞാൽ സൈക്ലിക്കൽ ആണ്. സൈക്ലിക്കൽ എന്ന് വെച്ചാൽ ഒരു പോളിസി ഒറിജിനേറ്റ് ചെയ്യുന്നു, രൂപപ്പെടുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് പിന്നെ നടപ്പിൽ വരുത്തുന്നു, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത് എന്ത് ചെയ്തു, സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ സൊസൈറ്റിയിൽ ചേഞ്ചസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ നിലവിലുള്ള പോളിസി ഇഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തും, അതിൽ ചേഞ്ചസ് വരുത്തും, അതിൽ വീണ്ടും റീ അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അപ്പൊ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സിസ്റ്റം മോഡൽ ഓഫ് പബ്ലിക് അനാലിസിസ് എന്നുള്ളത് സൈക്ലിക്കൽ ആണ് എന്ന് പറയുന്നത്. ഇത് ഫീഡ്ബാക്കുകളെയും ഇൻപുട്ടുകളെയും ഔട്ട്പുട്ടുകളെയും റിലൈ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പൊ ഫീഡ്ബാക്കുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പോളിസി നടപ്പിലാക്കി, അതിന്റെ പ്രശ്നങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് ലഭിക്കുന്നു, അപ്പൊ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നു, വീണ്ടും ആ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ പുതിയ പോളിസിയിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ഫീഡ്ബാക്ക് ലഭിക്കുന്നു, വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെയാണ് സിസ്റ്റം മോഡൽ ഉണ്ടാകുന്നത്, സൈക്ലിക്കൽ ആക്കുന്നത്. അപ്പൊ സിസ്റ്റം മോഡലിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനൊന്ന് ലൈൻബറി 1984 ലൈൻബറി എന്നുള്ള സ്കോളർ പറഞ്ഞത്, ഡിസിഷൻ മേക്കേഴ്സ് ആർ കോൺസ്ട്രെയിൻഡ് ബൈ ഇക്കണോമിക് ഫാക്ടേഴ്സ്. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായ തടസ്സങ്ങൾ ഉണ്ടാകും. എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ കഴിയൂല, കാരണം അതിനുള്ള ബജറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടേ. ഓക്കെ, അതുപോലെ തന്നെ ഈസ്റ്റൺ, ഡേവിഡ് ഈസ്റ്റൺ ആണല്ലോ ഈ സിസ്റ്റം മോഡലിന്റെ പ്രൊഫൗണ്ടർ. അദ്ദേഹത്തിനെ കുറച്ച് ആളുകൾ വിമർശിച്ചു. കാരണം അദ്ദേഹം പറയുന്നത് ഈ എൻവയോൺമെന്റ്, ചുറ്റുപാടുള്ള സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെ സിറ്റുവേഷൻസ് ഈ ഒരു പോളിസിയെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പോളിസി മേക്ക് ചെയ്യുന്ന ആളുകൾക്ക്, രാഷ്ട്രീയക്കാരായ ആളുകൾക്ക് തന്നെ ഈ സിറ്റുവേഷനെ ഓൾട്ടർ ചെയ്യാനുള്ള, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവർ അവർക്കുണ്ട് എന്നുള്ള ഒരു സംഗതി അദ്ദേഹം എന്ത് ചെയ്തു, നിരാകരിച്ചു, നിരസിച്ചു. അത് അദ്ദേഹം കാര്യമായിട്ട് എടുത്തില്ല. അതുപോലെ തന്നെ പലപ്പോഴും വലിയ വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ജനങ്ങളൊന്നുമല്ല. ഓക്കെ, അത് എലൈറ്റ്സ് ആണ്. ഇപ്പോ ബ്യൂറോക്രസിയിലുള്ള എലൈറ്റ്സ്, ഉന്നത കുലജാതർ അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് പോളിസികൾ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അത് പലപ്പോഴും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ളതൊന്നും ആവണമെന്നില്ല. അപ്പൊ സിസ്റ്റത്തിൽ തന്നെയാണ്, സിസ്റ്റത്തിന്റെ ഡിമാൻഡുകൾക്ക് അനുസരിച്ചും സപ്പോർട്ടുകൾക്ക് അനുസരിച്ചിട്ടുമാണ് പോളിസികൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. കാരണം ചില പോളിസികളൊക്കെ ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് ഇവരുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടും, അതായത് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ചിട്ടും അവരുടെ ഇൻട്രസ്റ്റുകൾക്ക് അനുസരിച്ചിട്ടുമാണ്, അല്ലാതെ മാസ് ഒപ്പീനിയൻ, അവിടുത്തെ ഇക്കണോമിക് സിറ്റുവേഷനും പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒന്നും അനുസരിച്ചിട്ടല്ല. അപ്പൊ ഇതൊക്കെ സിസ്റ്റം മോഡലിന്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. ഇനി ഇവിടെ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അവിടെ നോക്കുക, എൻവയോൺമെന്റ്സ്, അവിടെയുള്ള ഫിസിക്കൽ സിസ്റ്റം, ഇക്കണോമിക് സിസ്റ്റം, ഡെമോഗ്രഫിക്സ് വെച്ചാൽ അവിടുത്തെ പോപ്പുലേഷൻ, എക്സ്റ്റേണൽ പൊളിറ്റിക്കൽ, അതായത് ഈ രാജ്യത്തിന് പുറത്തുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം, ഇതൊക്കെ ഇതിന്റെ എൻവയോൺമെന്റ് ആണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം, ഇതെല്ലാം പാടെ ഈ സിറ്റുവേഷൻസ് എല്ലാം പാടെ അവിടെയുള്ള ഇൻപുട്ട് സ്ട്രക്ചേഴ്സിന് എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ അത് ജനങ്ങളിലൂടെ, മീഡിയകളിലൂടെ, പാർട്ടികളിലൂടെ ഒക്കെ ആ ഡിമാൻഡുകളായിട്ടും സപ്പോർട്ടുകളായിട്ടും, ഡിമാൻഡുകൾക്കുള്ള സപ്പോർട്ട് എന്ന് വെച്ചാൽ നിയമങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് അത് നടപ്പിലാക്കുന്നു. ഓക്കെ, ആ നടപ്പിലാക്കുന്നതിലൂടെ ബെനിഫിറ്റ്സ് ലഭിക്കുന്നു. അതാണ് പബ്ലിക് പോളിസി ആകുന്നത്. ആ പബ്ലിക് പോളിസി വീണ്ടും ഫീഡ്ബാക്ക് ലൂപ്പിലേക്ക് കിടക്കുകയാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതൊരു ഫീഡ്ബാക്ക് ലൂപ്പിലേക്ക് കിടക്കുകയാണ്. ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് വെച്ചാൽ അത് വീണ്ടും അഡ്ജസ്റ്റ്മെന്റ്, റീ അഡ്ജസ്റ്റ്മെന്റ്, അതായത് എൻവയോൺമെന്റിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിസ്റ്റംസ് മോഡൽ ഫോർ പോളിസി അനാലിസിസ് എന്ന് പറഞ്ഞത്.
ഓക്കെ, ഈ ഒരു ഡയഗ്രാം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ദെൻ സെക്കൻഡ് വൺ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ആൻഡ് പോളിസി അനാലിസിസ് ആണ്. നേരത്തെ നമ്മൾ സിസ്റ്റം മോഡലിൽ പറഞ്ഞിരുന്നത് നമ്മുടെ പോളിസികൾ രൂപീകരിക്കപ്പെടുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉള്ളിലാണെന്നാണ്. ഏകദേശം അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ലെജിസ്ലേച്ചർ ആവാം, എക്സിക്യൂട്ടീവ് ആവാം, പിന്നെ ബ്യൂറോക്രസി ആവാം, ജുഡീഷ്യറി ആവാം, ഇതിന്റെ ഉള്ളിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പബ്ലിക് പോളിസി ഉണ്ടാക്കുന്നത് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡലിൽ പറയുന്നത്. അതായത് ഇറ്റ് ഫോക്കസസ് ഓൺ ദ ഗവൺമെന്റ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പോളിസി അനാലിസിസ്. പോളിസി അനലൈസ് ചെയ്യാനും പോളിസി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ഉള്ളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ഗവൺമെന്റിന് മാത്രമേ പബ്ലിക് പോളിസി ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽസ് പറയുന്നത്. അപ്പൊ ഇതിൽ പാർലമെന്റ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഓക്കെ, അതായത് ഇതിൽ പറഞ്ഞ പോളിസി ഡസ് നോട്ട് ടേക്ക് ഷേപ്പ് അൺലെസ് അഡോപ്റ്റഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളായ പാർലമെന്റും പിന്നെ എക്സിക്യൂട്ടീവ്, പാർലമെന്റ് വെച്ചാൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഒക്കെ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ പോളിസി ഉണ്ടാകുള്ളൂ എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡലിൽ പറയുന്നത്. അപ്പോ ഈ ഗവൺമെന്റിലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും പബ്ലിക് പോളിസിയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ട്, ഒരു ക്ലോസ് ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പിലൂടെയാണ് പബ്ലിക് പോളിസികൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡലിന്റെ കീ ക്യാരക്ടേഴ്സ്, ഇതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാ, ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ലീഗൽ അതോറിറ്റി ആണ്. ഗവൺമെന്റ് ഇൻവെസ്റ്റ് ലീഗൽ അതോറിറ്റി ടു പോളിസി. ഗവൺമെന്റിലൂടെയാണ് ഈ പോളിസിക്ക് ഒരു നിയമ സാധുത ലഭിക്കുന്നത്, ലീഗൽ അതോറിറ്റി ലഭിക്കുന്നത്. ഓക്കെ, ഗവൺമെന്റ് നടപ്പാക്കിയത് കൊണ്ടാണ് ഈ പബ്ലിക് പോളിസിക്ക് ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ചത് അല്ലെങ്കിൽ നിയമ സാധുത ലഭിച്ചത്. അതുപോലെ യൂണിവേഴ്സാലിറ്റി ആണ്. അത് ആ രാജ്യത്തുള്ള ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഓൾ ദ സിറ്റിസൺസ് ഇൻ ദ സ്റ്റേറ്റ്. ആ സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള അല്ലെങ്കിൽ ആ പഞ്ചായത്തിലുള്ള എല്ലാ ആളുകൾക്കും അത് ബാധകമാണ്. മൂന്നാമത്തത് കൊഹേഷൻ ആണ്. കൊഹേഷൻ എന്ന് വെച്ചാൽ അവിടെ ഫോഴ്സ് ഉണ്ട്. ഇറ്റ്സ് മാൻഡറ്ററി ഫോർ ഓൾ ദ സിറ്റിസൺസ് ലിവിംഗ് ഇൻ ദാറ്റ് പ്ലേസ് ടു ഒബേ ദീസ് റൂൾസ്. ഓക്കെ, അതായത് ഈ നിയമങ്ങൾക്ക്, പോളിസിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എതിരെ പണിഷ്മെന്റുകളും പെനാൽറ്റികളും ഒക്കെ കൊടുക്കാനുള്ള അനുവാദം ഉണ്ടാകും. അപ്പോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉള്ളിലാണ് നമ്മൾ സിസ്റ്റം മോഡലും ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡലും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, സിസ്റ്റം മോഡൽ എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇപ്പൊ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒന്നും വല്ലാണ്ട് ഇല്ലാതെ ഗവൺമെന്റ് അതിലുള്ള ആക്ടേഴ്സ് മാത്രമാണ്. അതായത് സിറ്റുവേഷനുകളിൽ നിന്ന്, എൻവയോൺമെന്റുകളിൽ നിന്ന് ഡിമാൻഡുകൾ വരുന്നു, ആ ഡിമാൻഡുകൾക്ക് അനുസരിച്ച് ആക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഗവൺമെന്റിന്റെ പണി. അവിടെ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനായിരുന്നു ഇമ്പോർട്ടൻസ്. ഇവിടെ ഇമ്പോർട്ടൻസ് ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ അവിടെ എൻവയോൺമെന്റിൽ പിന്നെ പല ആവശ്യങ്ങളുണ്ട്, ജനങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കണ്ടേ എന്നുള്ളതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻ പോളിസി മേക്കിംഗ് വാരിയസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് എക്സസൈസ് പവർ. പല ആളുകളും ഇതിൽ പവർ ചെയ്യേണ്ടതുണ്ട്. എക്സിക്യൂട്ടീവ്, അതായത് ക്യാബിനറ്റ്, മന്ത്രിമാരുടെ ക്യാബിനറ്റ്, പ്രൈം മിനിസ്റ്റർ, മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്, ബ്യൂറോക്രാറ്റ്സ്, ലീഡേഴ്സ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. അപ്പൊ ഓരോ എന്താ പറയാ, നമ്മുടെ ആശാ വർക്കേഴ്സ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമരം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവരാണ് ഇവിടെയുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരാണ്. ഇനി അത് ആശാ വർക്കേഴ്സ് ആരും ആവട്ടെ, സമരം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഡിമാൻഡുകൾ ചോദിക്കുന്നത് ആരും ആവട്ടെ, അവരുടെ ആ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ഏത് സമരം ആവട്ടെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ആ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പോളിസി രൂപീകരിക്കുന്നതിലൊക്കെ അവർക്കൊക്കെയാണ് റോൾ ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, പോളിസി മേക്കിംഗ് ഈസ് ഈക്വൽ ടു സീരീസ് ഓഫ് റിലേറ്റഡ് ഇഷ്യൂസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്കൽ എലൈറ്റ്സ് ആൻഡ് പവർഫുൾ ഗ്രൂപ്പ്സ്. ചില ഗ്രൂപ്പുകളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറെ ഡിസിഷൻസിലൂടെയാണ് പോളിസി എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കപ്പെടുന്നത്. ഡിസിഷൻ മേക്കേഴ്സ് ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ദോസ് വിത്ത് ഫോർമൽ അതോറിറ്റി ആൻഡ് പവർ വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. ഈ ഭരണഘടനാ സംവിധാനത്തിൽ, അതായത് ഗവൺമെന്റിന്റെ ഉള്ളിൽ ഔദ്യോഗികമായിട്ട് അധികാരമുള്ളത് ആർക്കാണോ അവരാണ് എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാല് അവരാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണലിസം ഇൻ പോളിസി അനാലിസിസ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡലില് ഇൻസ്റ്റിറ്റ്യൂഷണലിസം ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഉണ്ടാകുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞാല് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ, അപ്പൊ അത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ, അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതിന്റെ സ്ട്രക്ചറൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്,
ഈ നിയമപരമായ ഇതല്ലെങ്കിൽ ഇതിന്റെ ഘടനാപരമായ രൂപങ്ങളിലൂടെയാണ് പബ്ലിക് പോളിസി രൂപീകൃതമാകുന്നത് എന്നുള്ള ഒരു ആശയം. ഈ ഒരു ആശയത്തിൽ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ അത് ചില ബന്ധങ്ങളെ എന്ത് ചെയ്തു എന്നറിയോ, നെഗ്ലക്ട് ചെയ്തു, നിരസിച്ചു. ഓക്കെ, ഗവൺമെന്റ് സ്ട്രക്ചേഴ്സും ആൻഡ് കണ്ടന്റ് ഓഫ് ദ പബ്ലിക് പോളിസി, അതുപോലെ നോ സിസ്റ്റമാറ്റിക് എൻക്വയറി ഇൻ ടു ഹൗ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് അഫക്ട് പബ്ലിക് പോളിസി ഡിസിഷൻസ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പബ്ലിക് പോളിസി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്വഭാവങ്ങൾ എത്രത്തോളം പബ്ലിക് പോളിസി ഡിസിഷൻസിനെ ബാധിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, പബ്ലിക് പോളിസി ഉണ്ടാക്കുന്നു. പക്ഷെ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ലെജിസ്ലേച്ചർ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ മാറ്റം വരും. അപ്പൊ അതിനനുസരിച്ച് എന്തെല്ലാം ഇൻഫ്ലുവൻസസ്, മാറ്റങ്ങളാണ് പബ്ലിക് പോളിസിയിൽ ഉണ്ടാകുന്നത് എന്നൊന്നും എന്ത് ചെയ്തില്ല ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡലിന്റെ ആളുകൾ പറഞ്ഞില്ല. അതുപോലെ തന്നെ റൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് ആർ നോട്ട് ന്യൂട്രൽ ഇൻ ദെയർ ഇമ്പാക്ട്. ദേ മേ ഫേവർ സം ഇൻട്രസ്റ്റ് ഓഫ് ഓതേഴ്സ്, ഗിവ് ഗ്രേറ്റർ പവർ ഓർ ആക്സസ് ടു സർട്ടൻ ഗ്രൂപ്പ്സ്. അതായത് ഈ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്, ഈ ഗവൺമെന്റ് സംവിധാനങ്ങൾ പലപ്പോഴും നിഷ്പക്ഷമാകണമെന്നില്ല. അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ചും അതുപോലെ അവര് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യാം, പോളിസികൾ രൂപീകരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ തോമസ് ഡൈയുടെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞാല് ആരാണ് ഇത് നടപ്പിലാക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണലിസം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യൽ ബ്രാഞ്ചസും ഒക്കെയാണ്, ജുഡീഷ്യറി ഒക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? പോളിസീസ് അതോറിറ്റേറ്റീവ്ലി ഡിറ്റർമിൻഡ്. ഇവരെന്ത് ചെയ്യും? ഇവർക്ക് ലീഗൽ അതോറിറ്റി ഉണ്ടല്ലോ, നിയമപരമായ ഒരു ഔന്നത്യം ഇവർക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്. ആ ഒരു ലീഗൽ അതോറിറ്റിയിലൂടെ ഇവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് എൻഫോഴ്സ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് വെച്ചാല് ഇതിൽ ജനങ്ങൾക്ക്, ഈ ഇൻഡിവിജ്വൽസിന് റോള് കുറവാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ പ്രകാരം ഇൻഡിവിജ്വൽസ്, സാധാരണ ജനങ്ങൾക്ക് റോള് കുറവാണ്. കാരണം ഗവൺമെന്റ് എന്താണോ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണോ ഫോർമുലേറ്റ് ചെയ്യുന്നത് അതാണ് പബ്ലിക് പോളിസി ആയിട്ട് മാറുന്നത് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ പറയുന്നത്. ഓക്കെ, ഇച്ചിരി റിസ്ക് ഉണ്ടാവും, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയെടുക്കുക, ഒന്നോ രണ്ടോ തവണ ക്ലാസ്സുകൾ കേട്ടു നോക്കുക. നമ്മൾ ക്ലാസ് കേട്ട ഉടനെ, ഓരോ പോർഷനും കേട്ട ഉടനെ ആ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ വായിച്ചു നോക്കുക, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ തേർഡ് വൺ, നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് പബ്ലിക് പോളിസി മോഡൽ ആണ്, ദാറ്റ് ഈസ് റാഷണൽ പോളിസി മേക്കിംഗ് മോഡൽ. റാഷണൽ പോളിസി മേക്കിംഗ് മോഡൽ, രണ്ട് ടൈപ്പ് റാഷണൽ പോളിസി മേക്കിംഗ് മോഡൽ. ഞാൻ ജസ്റ്റ് ഒരു അതിന്റെ ഒരു രൂപം പറയാം. അതായത് ഒരു പ്രശ്നത്തിന് കുറെ പരിഹാരങ്ങൾ ഉണ്ടാവും. ഈ എല്ലാ പരിഹാരങ്ങളും പഠിച്ചിട്ട് ഏറ്റവും യുക്തിഭദ്രമായ, ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായ, ഏറ്റവും കൂടുതൽ ലാഭകരമായ പോളിസി ഏതാണോ, മോഡൽ ഏതാണോ, ഓൾട്ടർനേറ്റീവ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതാണ് റേഷണൽ പോളിസി മേക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഇതിന്റെ ഒരു ഉത്ഭവം റേഷണാലിറ്റിയിൽ നിന്നുള്ള ഒരു ഉത്ഭവമാണ്. റേഷണാലിറ്റി എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമായിട്ട് കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ള ഒരു രീതി. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമൊക്കെയാണ് റേഷണാലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടാൻ തുടങ്ങിയത്. അതായത് സെൽഫ് ഇൻട്രസ്റ്റഡ് കാൽക്കുലേറ്റിംഗ് ഇൻഡിവിജ്വൽ, മനുഷ്യൻ എന്നുള്ളത് പിന്നെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളിലും സെൽഫ് ഇൻട്രസ്റ്റഡ്, സ്വയം താല്പര്യമുള്ള ഒരാളാണ് എന്നുള്ള, മാൻ ഈസ് ആൻ ഇക്കണോമിക് മാൻ. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് റേഷണാലിറ്റി എന്നുള്ള ഐഡിയ രൂപീകൃതമാക്കുന്നത്. ഇതിന്റെ പ്രധാന തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് മാക്സ് വെബർ ആണ്. അദ്ദേഹം പിന്നെ ബെസ്റ്റ് മീൻസ് ടു അച്ചീവ് എൻഡ്സ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഡ്രോ ടു ചൂസ് ദ വൺ ബെസ്റ്റ് ഓപ്ഷൻ. റാഷണൽ പോളിസി എന്ന് പറഞ്ഞാൽ, റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിനാണ് റാഷണാലിറ്റി എന്ന് പറയാന്ന് ഡ്രോർ പറഞ്ഞു. അതുപോലെ തോമസ് ഡൈ പറഞ്ഞത് റാഷണാലിറ്റി ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി. റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസിയാണ്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാർഗം സെലക്ട് ചെയ്യുന്നതിനാണ് റാഷണാലിറ്റി എന്ന് പറയാന്ന് ആര് പറഞ്ഞു? തോമസ് ഡൈ പറഞ്ഞു. ഓക്കെ, ദെൻ കണ്ടീഷൻസ് ഫോർ റാഷണൽ അനാലിസിസ്. ഒരു യുക്തിഭദ്രമായ ഒരു അനാലിസിസ്, ഒരു വിശകലനം നമ്മൾ നടത്തണമെങ്കിൽ, ഒരു പോളിസിയെ കുറിച്ച് ഏത് പോളിസി നടപ്പിലാക്കണം എന്നുള്ളതിനെ നമ്മൾ റാഷണലി നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം എന്നതിനുള്ള കണ്ടീഷൻ എല്ലാ വിഷയത്തിനെ കുറിച്ചിട്ടും നിയർലി ഓൾ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോബ്ലം, കോസസ് ആൻഡ് സൊല്യൂഷൻസ്, ആ പ്രശ്നത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് വേണം. അതുപോലെ തന്നെ അബിലിറ്റി ടു വെയ് മെനി ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ്.
കുറെ ഓൾട്ടർനേറ്റീവ്സ് അതിന്റെ അളന്നു നോക്കി അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനുള്ള കഴിവ് വേണം. അപ്പോ എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും ധാരണ വേണം. ആ കുറെ ഓൾട്ടർനേറ്റീവുകളിൽ നിന്ന് കുറെ പരിഹാരങ്ങളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനുള്ള അബിലിറ്റിയും കൂടെ വേണം എന്നാണ് ബെർക്ക്ലി ആൻഡ് 2011 പറയുന്നത്. തോമസ് ഡൈ റാഷണൽ പോളിസിക്ക് റിക്വയർമെന്റ് ആയിട്ട് വെച്ച എന്തൊക്കെയാന്ന് വെച്ചാല് നോ ഓൾ സൊസൈറ്റീസ് വാല്യൂ പ്രിഫറൻസസ് ആൻഡ് വെയ്റ്റ്സ്, സമൂഹത്തിന്റെ പ്രിഫറൻസസ് മനസ്സിലാക്കുക, പോളിസി ഓൾട്ടർനേറ്റീവ്സ് എല്ലാ പോളിസി ഓൾട്ടർനേറ്റീവ്സും മനസ്സിലാക്കുക, ഈ ഓരോ ഓൾട്ടർനേറ്റീവിന്റെയും ഓരോ സൊല്യൂഷന്റെയും ഓരോ പ്രശ്നത്തിനുള്ള ഓരോ പരിഹാരത്തെയും അനന്തരഫലം കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കാം, അതിന്റെ ലാഭം ബെനിഫിറ്റ് എത്രത്തോളം ലഭിക്കും, ഏതിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുക എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോ ഈ റാഷണൽ പോളിസി മേക്കിങ്ങിന് കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. അപ്പോ ചാലഞ്ചസ് എന്താന്ന് വെച്ചാൽ മെയിൻ ചാലഞ്ച് എന്താന്ന് വെച്ചാല് നല്ല ഐഡിയ വേണം. ഇപ്പൊ ഓരോ ഓൾട്ടർനേറ്റീവും അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും, നല്ല എക്സ്പീരിയൻസ് വേണം, നല്ല ബുദ്ധി വേണം, ഇതിന്റെ കോസ്റ്റും ബെനിഫിറ്റ്സും ഇതിന്റെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ കണക്ക് കൂട്ടി നോക്കാനുള്ള നല്ല എക്സ്പീരിയൻസും നല്ല ബുദ്ധിയൊക്കെ വേണം. നല്ല കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ എന്ത് വേണം, ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റാഷണൽ പോളിസി മേക്കിംഗ് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഹെർബർട്ട് സൈമൺ ഒക്കെ പറയുന്നത്. ഈ റാഷണൽ പോളിസി മേക്കിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊപ്പൗണ്ടർ ആണ് ഹെർബർട്ട് സൈമൺ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ റാഷണൽ പോളിസി മേക്കിങ്ങിന് ഒരു ഫീഡ്ബാക്ക് സ്റ്റേജ് ഉണ്ടാവും. നമ്മൾ നേരത്തെ സിസ്റ്റം മോഡലിൽ ഒരു ഫീഡ്ബാക്ക് സ്റ്റേജ് പറഞ്ഞില്ലേ, ഒരു ഫീഡ്ബാക്ക് ലൂപ്പിൽ ഒരു പോളിസി അത് ഒരു ലൂപ്പിലേക്ക് അകപ്പെടുന്നു, അതിങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ റാഷണൽ പോളിസി മേക്കിങ്ങിലും ഒരു ഫീഡ്ബാക്ക് സ്റ്റേജ് ഉണ്ട്. ആ ഫീഡ്ബാക്ക് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ഈ പോളിസി നടപ്പിലാക്കിയ പോളിസി അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അത് നടപ്പിലാക്കുന്നതിനെ മോണിറ്റർ ചെയ്യുന്നു, അതിന്റെ കണക്കുകളൊക്കെ എത്രത്തോളം കൃത്യമാണെന്ന് നോക്കുന്നു, ആവശ്യമാണെങ്കിൽ ആ പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു, ചിലപ്പോൾ ആ പോളിസി തന്നെ ഒഴിവാക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു റാഷണൽ പോളിസി മേക്കിങ്ങിന്റെ ഫീഡ്ബാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഇനി റാഷണാലിറ്റിക്ക് അല്ലെ റാഷണൽ മോഡൽ ഓഫ് പോളിസി മേക്കിങ്ങിന് കുറച്ച് കോൺസ്ട്രെയിൻസ് ഉണ്ട്, കുറച്ച് തടസ്സങ്ങളുണ്ട്. 6 തടസ്സങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വൺ, അക്കംപ്ലിഷിംഗ് ഗോൾസ്, ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ്. അതായത് പ്രശ്നങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു പ്രശ്നം വന്നു, ഇപ്പോ ഒരു പെട്ടെന്ന് വന്നൊരു പ്രശ്നമാണ്, ഒരു എൻവയോൺമെന്റൽ ക്രൈസിസ് വന്നു, ഒരു അല്ലെങ്കിൽ ഗംഗാ നദി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ഗംഗാ നദി പൊല്യൂട്ട് ആകുന്നു. അപ്പൊ ആ പൊല്യൂട്ട് ആകുന്നതിനുള്ള പരിഹാരം എന്താണ്, പൊല്യൂഷൻ തടയാനുള്ള പരിഹാരം എന്താണ്? അപ്പൊ കുറെ പരിഹാരങ്ങളുണ്ട്. അവിടെയുള്ള ഇൻഡസ്ട്രീസിനെ മൊത്തം എന്ത് ചെയ്യുക, അടപ്പിക്കുക, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീസിന് അവർക്ക് ഒരു പ്രത്യേക നികുതി, അമിതമായ നികുതി ഏർപ്പെടുത്തുക. അങ്ങനെ കുറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈ ഓൾട്ടർനേറ്റീവ്സിലേക്ക് ഏതാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ഇങ്ങനെ പഠിച്ചിട്ട്, എല്ലാം പഠിച്ചതിന് ശേഷം ഒരു റാഷണൽ പോളിസി മേക്കിംഗ് മോഡൽ പ്രകാരം പോളിസി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെയുള്ള പ്രശ്നം ആകെ രൂക്ഷമായിട്ടുണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ പലപ്പോഴും നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാവില്ല നേടിയെടുക്കുക. ഈ പോളിസി ഡിസിഷൻ മേക്കേഴ്സ് അല്ലെ പോളിസി അത് നടപ്പിലാക്കേണ്ട ആളുകൾ അവരുടെ ഗോൾസും ഒക്കെ എന്ത് ചെയ്യും, അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രവർത്തിക്കും. മറ്റൊരു സംഗതി സെക്യൂറിങ് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ ലഭിക്കൂല എന്നുള്ളതാണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ ഒരു രീതിയിലേക്ക് അത് എത്തൂല എന്നുള്ളതാണ്. കാരണം ഇവര് പലപ്പോഴും ആളുകളെ തൃപ്തിപ്പെടുത്താനാണ് നോക്കുക. ഏറ്റവും നല്ല മാർഗം ലഭിക്കാനല്ല ഈ പോളിസി മേക്കേഴ്സ് ശ്രമിക്കുക. നിലവിലുള്ള ഡിമാൻഡുകൾക്ക് അനുസരിച്ച് ഒരു തട്ടിക്കൂട്ട് പോളിസികളാണ് അവർ രൂപീകരിക്കുക. ഓക്കെ, എല്ലാ ഓൾട്ടർനേറ്റീവ്സും ഒന്നും ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ നടപ്പിലാക്കാറില്ല. പിന്നെ റേഷണൽ ചോയ്സ് വേഴ്സസ് നീഡ് ഫോർ ആക്ഷൻ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ചില വിഷയങ്ങൾക്കൊക്കെ പെട്ടെന്ന് അതിന് പ്രതികരിക്കേണ്ടി വരും, പെട്ടെന്ന് അതിന്റെ സൊല്യൂഷൻസ് എടുക്കേണ്ടി വരും. ആ സമയത്ത് ഇങ്ങനെ ഓരോ മോഡലും ഓരോ ഓൾട്ടർനേറ്റീവ്സും ഇങ്ങനെ പഠിച്ച് 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 കുറെ ടൈം സ്പെൻഡ് ആവാന്നല്ലാതെ ആ പ്രശ്നം പോയിട്ട് രൂക്ഷമായിട്ട് മാറും. ഫോർത്ത് വൺ, പൊളിറ്റിക്കൽ ഫീസിബിലിറ്റീസ് ഡിലമ്മ. ഈ നമ്മുടെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി നെക്സ്റ്റ് ഇലക്ഷനിലും അവരുടെ പാർട്ടിയോ അല്ലെങ്കിൽ അവരോ തെരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ ഇവര് ഒരു പോളിസി, അതായത് അവിടെ ഏറ്റവും റാഷണൽ ആയിട്ടുള്ള യുക്തിഭദ്രമായ പോളിസി ചിലപ്പോൾ സ്വീകരിച്ചാൽ അത് ജനങ്ങളെ വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരാളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോ പ്ലാസ്റ്റിക് കവറുകൾ നിരോധിക്കുക എന്നുള്ളത്
എന്താണ് ഒരു റാഷണൽ ആയിട്ടുള്ള തീരുമാനമാണ്. പക്ഷെ അത് ഇപ്പോ കേരളത്തിൽ മൊത്തം പ്ലാസ്റ്റിക് കവറുകൾ ഫോർ എക്സാമ്പിൾ നിരോധിക്കുന്നത് ചിലപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് പുക വരുന്നു, വാഹനങ്ങളെല്ലാം നിരോധിക്കുന്നു. ഒരൊറ്റ വാഹനത്തിന് അനുവാദമില്ല. കുതിരവണ്ടിയിലും കാളവണ്ടിയിലും നിങ്ങൾ പോകണം എന്ന് പറഞ്ഞാല് അത് ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ റാഷണൽ ആണ്. പക്ഷേ അതെന്തല്ല, അത് വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഡിഫിക്കൽറ്റി. കുറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ ഇതിൽ ഏറ്റവും ലാഭകരം ഏതാണ്, ഇതിൽ ഏറ്റവും നഷ്ടം ഉണ്ടാക്കുന്ന ഏതാണെന്നൊക്കെ നോക്കാൻ കുറെ ടൈം എടുക്കും. അതുപോലെ തന്നെ സെഗ്മെന്റഡ് ബ്യൂറോക്രസി. നമ്മുടെ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ്, ആ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിൽ കുറെ ആളുകൾ ഉണ്ടാവും. പിന്നെ പോലീസ് ഫോഴ്സ് ആണെങ്കിൽ അതിന്റെ കീഴിൽ കുറെ റാങ്ക്ഡ് ആയിട്ടുള്ള ഹൈറാർക്കി ബേസ്ഡ് കുറെ ആളുകൾ ഉണ്ടാവും. ഇനി അപ്പുറത്ത് ഇറിഗേഷൻ ബോർഡ് ആണെങ്കിൽ ആ ഇറിഗേഷൻ ബോർഡിന്റെ ജലസേചന വകുപ്പിന്റെ കീഴിൽ കുറെ ആളുകൾ ഉണ്ടാവും. ഇവയ്ക്കൊക്കെ ഇടയിലുള്ള കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പല പോളിസി ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതിന്റെ ഓൾട്ടർനേറ്റീവ്സ് ചെക്ക് ചെയ്യണമെങ്കിലും ഒക്കെ ഈ കോർഡിനേഷൻ വളരെ പ്രധാനമാണ്. പക്ഷെ ആ കോർഡിനേഷൻ പലപ്പോഴും ഉണ്ടാകാറില്ല. അപ്പോ ഇതൊക്കെയാണ് ഈ റാഷണാലിറ്റി മോഡലിന്റെ, റാഷണൽ മോഡൽ ഓഫ് പബ്ലിക് പോളിസിയുടെ കോൺസ്ട്രെയിൻസ്, തടസ്സങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. ഈ റാഷണൽ പോളിസിയുടെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ടെക്നിക്കൽ സൊല്യൂഷൻസിന്, സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള പരിഹാരങ്ങൾ പറയുന്നു. പക്ഷെ ഇതിന്റെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടോ ഉള്ളതിന്റെ മറ്റുള്ള ഭാഗങ്ങളൊന്നും ഇത് പരിഗണിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ 2015 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ത് ചെയ്തു, അവിടെ ഒരു റോഹ്താങ്ങില്, നമ്മുടെ ഹിമാചലിലെ റോഹ്താങ്ങില് ഒരു നിരോധനം ഏർപ്പെടുത്തി. അതായത് അവിടെ സ്കീയിങ്ങോ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഒരു നിലക്ക് റാഷണൽ ആണ്. കാരണം അവിടെയുള്ള ഒരു എൻവയോൺമെന്റ് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടുത്തെ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ ആ തീരുമാനം യുക്തിഭദ്രമായിരുന്നില്ല. കാരണം ആ നാട്ടിലുള്ള ജനങ്ങളെ ജീവിച്ചു പോരുന്നതിന് അവിടെയുള്ള ടൂറിസം ആക്ടിവിറ്റീസ് കൊണ്ടാണ്. അപ്പൊ അത് മൊത്തത്തിൽ നിരോധിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിതം ഭയങ്കര ദുരിതത്തിലായി പോകും. ഓക്കെ, അപ്പോ റാഷണൽ പോളിസി എന്ന് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്തിക്കൽ സൈഡോ അല്ലെ പൊളിറ്റിക്കൽ സൈഡോ ഒന്നും പരിഗണിക്കുന്നില്ല. അതാണ് ഈ റാഷണൽ പോളിസി മേക്കിങ്ങിന്റെ ഈ ഒരു മോഡലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ പ്രശ്നം മനസ്സിലാക്കുന്നു, അതിന്റെ നമ്മൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു, അതിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ മനസ്സിലാക്കുന്നു, പിന്നെ ഓരോ ഓൾട്ടർനേറ്റീവ്സും ഇതിനുള്ള ഓരോ പരിഹാര മാർഗങ്ങൾ നമ്മൾ വിലയിരുത്തുന്നു, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നു. ഇതാണ് റാഷണൽ പോളിസി മേക്കിങ്ങിന്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ യൂണിറ്റ് 2 പബ്ലിക് പോളിസി മോഡൽസിലെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. അതിൽ നമ്മൾ 3 മോഡൽസ് ഡിസ്കസ് ചെയ്തു. സിസ്റ്റംസ് മോഡൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ആൻഡ് റാഷണൽ മോഡൽ. ഇനി നമുക്ക് 3 മോഡൽ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. താങ്ക് യു.